കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് ചില ആഹ്വാനങ്ങൾ നടത്തി. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഒരു വർഷത്തേക്ക് നിങ്ങൾ വിദേശയാത്രകൾ പരമാവധി ഒഴിവാക്കുക എന്ന നിർദ്ദേശം. എന്നാൽ ഇന്ന് അദ്ദേഹം UAE, നെതർലാൻഡ്സ്, നോർവേ, സ്വീഡൻ, ഇറ്റലി തുടങ്ങിയ 5 വിദേശ രാജ്യങ്ങളിലൂടെ സന്ദർശനം നടത്തുകയാണ്. ഒരു വർഷത്തേക്കെങ്കിലും വിദേശയാത്രകൾ ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്ത അദ്ദേഹം ഈ യാത്രകൾ നടത്തുന്നതിനുള്ള കാരണമെന്തായിരിക്കും? നമുക്ക് പരിശോധിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ വിദേശയാത്ര വളരെ നിർണായകമാണ്. കാരണം എന്താണെന്നാൽ അദ്ദേഹം യാത്ര ചെയ്യുന്ന ഓരോ രാജ്യങ്ങളുമായും വളരെ പ്രാധാന്യമർഹിക്കുന്ന കരാറുകളാണ് ഒപ്പുവെക്കുന്നത്. ഉദാഹരണത്തിന് മോദിജി യാത്ര ചെയ്യുന്ന ഒരു പ്രധാന രാജ്യമാണ് UAE. UAE ആദ്യമായാണ് ഒരു രാജ്യവുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യയുമായാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും കാര്യത്തിൽ പ്രതിസന്ധിയുണ്ട്. ഇതിനൊരു പരിഹാരം കൂടിയാണ് മോദിജിയുടെ ഈ യാത്ര. കാരണം എന്താണെന്നാൽ UAE ഇന്ന് സൗദി നിയന്ത്രിത ഒപ്പക്കിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ UAEക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ ക്രൂഡ് ഓയിൽ ഖനനം ചെയ്തെടുക്കാൻ കഴിയും. ഈ ക്രൂഡ് ഓയിൽ ഇനി മുതൽ UAE പ്രധാനമായും ഇന്ത്യയിലേക്കായിരിക്കും കയറ്റുമതി ചെയ്യുക. കൂടാതെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഫുജൈറ പോർട്ടിലൂടെ ഇന്ത്യക്ക് ഈ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കുവാനും മോദിജിയുടെ ഈ യാത്രയിലൂടെ ഇന്ത്യയും UAEയുമായി കരാറിൽ ഒപ്പുവെച്ചു. കൂടാതെ 2032 ഇന്ത്യയും UAEയുമായുള്ള വ്യാപാരം $200 ബില്യൺ എത്തിക്കുവാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യം വച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളുമായുള്ള നിർണായകമായ കരാറുകളും.